അസ്സലാമു അലൈക്കും. കുടുംബജീവിതം മധുരിക്കാൻ എന്നൊരു ടോപ്പിക്കാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും സിനിമാ നടികളെക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ നമുക്ക് സിനിമാ നടികൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടി സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പോലും 1-2 വർഷം കഴിയുമ്പോഴേക്കും അവിടെ ഒരു സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, എന്താണ് ഹാപ്പിനെസ്, അതിലൂടെ കിട്ടുന്ന സന്തോഷം എന്നറിയാതെ പലരും പ്രയാസപ്പെടുകയാണ്. ഈ അടുത്ത കാലത്ത് 3 കുട്ടിയുള്ള ഒരു പിതാവ്, 3 കുട്ടിയുണ്ട്, അദ്ദേഹം പറയാണ്, ലൈംഗിക ജീവിതത്തിൽ നിന്നും യാതൊരു സുഖവും സന്തോഷവുമില്ല, കുടുംബജീവിതത്തിൽ എല്ലാം തകർന്നിരിക്കുന്നു, അവൾക്കൊരു താല്പര്യമില്ല. അങ്ങനെയല്ല, മറിച്ച് ഈ ഒരു പെൺകുട്ടി പറഞ്ഞത് അദ്ദേഹത്തിനൊരു താല്പര്യമില്ല, അദ്ദേഹം പല വഴികൾ തേടിപ്പോവുകയാണ്. നമുക്കറിയാം എന്താണ് പല വഴികൾ തേടിപ്പോകുന്നത്. അപ്പോൾ എന്താണ് അതിന് മാർഗമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും നല്ല പ്രതിവിധി? നല്ല ദാമ്പത്യം കിട്ടാൻ, നല്ല സുഖകരമായ കുടുംബജീവിതത്തിന് ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇന്ന് പലപ്പോഴും എല്ലാവരും വിവാഹം ചെയ്യുന്നു, നമ്മളും വിവാഹം ചെയ്യുന്നു, അവരും വിവാഹം ചെയ്തു, ഇവിടെ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പ്രായമായി, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു എനിക്ക് പ്രായം പക്വതയൊക്കെ എത്തി വിവാഹം ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പഠിക്കാനോ, കുടുംബജീവിതത്തെക്കുറിച്ച് പഠിക്കാനോ, മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായോ ബ്ലഡ് ഗ്രൂപ്പ് പരമായോ ഏതെങ്കിലും രീതിയിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും നമ്മൾ തയ്യാറാകാതെ നമ്മൾ വിവാഹം ചെയ്യുകയും ഇങ്ങനെ അങ്ങ് ജീവിക്കുകയും ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് സിനിമകളും സീരിയലുകളും കാണുന്ന ആളുകളാണ് പലരും. അപ്പോൾ അതിലൂടെ കാണുന്ന രീതിയിൽ ഒരിക്കലും കുടുംബജീവിതം അങ്ങനെ ഉണ്ടാവില്ല. അത് റിയാലിറ്റി അല്ല എന്ന് നമുക്ക് ബോധ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് സിനിമകൾ കാണുമ്പോൾ നമ്മൾ കരയുന്നത്? ചില സീരിയലുകൾ കാണുമ്പോൾ, ചില സീനുകൾ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഭയങ്കര വിഷമത്തിൽ കണ്ണൊക്കെ വെള്ളം വരുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ഉൾമനസ്സ് വിചാരിക്കുകയാണ് അത് റിയാലിറ്റി ആണെന്നാണ്. യഥാർത്ഥത്തിൽ റിയാലിറ്റി അല്ല. അതുപോലെ സിനിമയും സീരിയലൊന്നും റിയാലിറ്റി അല്ല. ആ കുടുംബജീവിതം, നമ്മളെ കുടുംബജീവിതമായി ഒരിക്കലും നമ്മൾ തട്ടിച്ച് നോക്കരുത്. നമ്മളെ മക്കളുമായി ഒരിക്കലും തട്ടിച്ച് നോക്കരുത്. 10,000-കണക്കിന് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു കുട്ടിയാണ് ഒരു പരസ്യത്തിന് അഭിനയിപ്പിക്കുക, ഒരു പെൺകുട്ടിയാണ് അവർ സെലക്ട് ചെയ്തെടുക്കുക, ലക്ഷക്കണക്കിന് പെൺകുട്ടികളിൽ നിന്ന്. അങ്ങനെയല്ല, മറിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ സുഖവും സന്തോഷവും സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. നിസ്സാരമായ കാര്യങ്ങൾ, ചിലരോളം വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുക അല്ല, നിസ്സാരമായ കാര്യങ്ങളായിരിക്കും സ്ത്രീകൾക്കും പുരുഷനും പരസ്പരം സന്തോഷം സമാധാനം ലഭിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പുരുഷന്മാരാണ് കാണുന്നത് കൊണ്ട് ആയിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യയെ സംബന്ധിച്ച് അവന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. ഏത് കളറാണ് ഇഷ്ടം, ഏത് ഭക്ഷണമാണ് ഇഷ്ടം, എങ്ങനെ പാകം ചെയ്താലാണ് അവൾ ഇഷ്ടപ്പെടുക, എങ്ങനെ നിസ്സാര കാര്യങ്ങളാണ്, എങ്ങനെ സംസാരിച്ചാലാണ് അവൾ നമ്മളെ വൈദ്യുതിയിൽ വരിക, എന്തൊക്കെ ഇഷ്ടമുള്ള വാക്കുകൾ, മുത്തേ, സത്തേ, കരളെ, പൊന്നെ, ചക്കര എന്ന് തുടങ്ങി നല്ല നല്ല വാക്കുകൾ അവർ വിളിക്കാൻ സാധിക്കണം. കയറി ചെല്ലുന്ന സമയത്ത് നല്ല രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഞാനൊന്ന് കയറി വരുമ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം, നല്ലൊരു ഗ്ലാസ് വെള്ളം നീ കൊണ്ടു തരണം. അല്ലെങ്കിൽ ഞാൻ കയറിയിരിക്കുമ്പോൾ എനിക്ക് ഒന്ന് കുളിക്കാൻ പോകുമ്പോൾ തോർത്തെടുത്ത് തരണം. അല്ലെങ്കിൽ കുളിച്ച് വരുമ്പോൾ നീ എൻ്റെ വസ്ത്രങ്ങളൊന്ന് റെഡിയാക്കി വെക്കണം. ചെറിയ കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. പക്ഷേ ഇന്ന് അവൾക്ക് ഏതാണ് കളർ ഇഷ്ടം, അവൾക്ക് എങ്ങനെയാണ് അവൾ എപ്പോൾ പുറത്തു പോകാനാണ് അവൾക്ക് ഇഷ്ടം, എവിടെ പോകാനാണ് അവൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ. ഒരുപാട് സ്ത്രീകൾ പറയുന്ന പരാതി എന്താ? ഭർത്താവിനെ കിട്ടുന്നില്ല എന്നാണ്. ഒരുപാട് സമയം നമ്മൾ മൊബൈൽ നോക്കുന്നു. വീട്ടിലെങ്കിലും നമ്മൾ മൊബൈൽ അധികമായി ഉപയോഗിക്കാതെ ബിസിനസ്സും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചല്ല, മറിച്ച് സാധാരണ ആളുകൾ, കുടുംബജീവിതം സാധാരണ നയിക്കുന്ന ആളുകൾ മൊബൈൽ ഒഴിവാക്കുന്നതല്ലെന്ന് വീട്ടിൽ നിന്ന് എടുത്ത് കപ്പാട്ടിലൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ കുട്ടികൾ നോക്കില്ല, നമ്മൾ നോക്കില്ല, അതുപോലെ ശീലമാവും. അങ്ങനെ കുട്ടികളുടെ കൂടിയും ഭാര്യയുടെ കൂടിയും സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക. അവരുടെ കിച്ചണിൽ പോയി ഇരിക്കുക. കിച്ചണിൽ പോയി ഒന്നും ചെയ്യണം. ചിലപ്പോൾ നമ്മളെ ഭാര്യമാരൊക്കെ എന്നോടൊക്കെ പറയാറുണ്ട്, ഭാര്യ പറയാറുണ്ട്, നിങ്ങൾ കിച്ചണിലൊന്നും ചെയ്യണ്ട, ഒരു ഉള്ളി കട്ടയോ പോലും വേണ്ട, എൻ്റെ കൂടെ ഒന്ന് ഇരിക്കും. അതുപോലെ അവർക്കൊരു സമാധാനം, സന്തോഷം നൽകുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ വാക്കുകൾ അവർക്ക് ഒരുപാട്, നമുക്കറിയാം 10,000 വാക്ക് നമ്മൾ 7,000 8,000 ഉപയോഗിക്കുമ്പോൾ അവർ എത്രയോ ഒരുപാട് 10,000 20,000 വേർഡ്സ് അവർ ഉപയോഗിക്കണം ഒരു ദിവസം എന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ അത്രയും അവർക്ക് പറയാനുണ്ട്. നമ്മൾക്കത് കേൾക്കാനുള്ള കാത് നമുക്ക് 2 കാത് ആണ്. കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം, അവരെ സ്വവേദം കേൾക്കാൻ. അതുപോലെ അവരെന്തെങ്കിലും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നാൽ അത് നല്ല കഴിച്ച് നല്ല രുചിയുണ്ടെന്ന് പറയാൻ അഭിനയിക്കരുത്. ഈ മേഖലയിലൊന്നും അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും, പെട്ടെന്ന് തിരിച്ചറിയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കൊരു ഭക്ഷണം കൊണ്ട് തന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണല്ലോ. ഞാൻ പറഞ്ഞു മാഷാ അല്ലാ സൂപ്പറാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ
മുഖത്തിലെ എക്സ്പ്രഷൻ നോക്കണം. അപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായ കഴിവാണ് ആ കാര്യത്തിലൊക്കെ. മുഖത്തിലെ എക്സ്പ്രഷൻ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർ ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടുപോയി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എൻ്റെ ഭാര്യ പറയാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു അവർക്ക് നല്ല ബുദ്ധി നൽകുവാനാകട്ടെ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സൂപ്പറാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് ജീവിതം. അപ്പോൾ നമ്മൾ അഭിനയിക്കരുത്, അഭിനയിച്ചാൽ അവർക്കറിയും. നേരെ മറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്ന രീതിയിലാണ് നീ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഭാര്യയ്ക്ക് കൃത്യമായി അറിയണം എങ്ങനെയാണ് മീൻ പൊരിച്ചത്, എങ്ങനെയാണ് കഴിക്കുക, ചൂടായിട്ടാണ് കഴിക്കുക, തണിഞ്ഞിട്ടാണ് കഴിക്കുക, അല്ലെങ്കിൽ ഏതിൽ മധുരം എത്ര ഇഷ്ടപ്പെടും ചായയിൽ. അപ്പോൾ ചെറിയ ചെറിയ കാര്യം, ഇത് മധുരം, ഉപ്പ്, പുളി, നല്ല എരിവുള്ള ഭക്ഷണമാണ് ഇഷ്ടപ്പെടുക, അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ആദ്യം മുതലേ. ഇപ്പോൾ വിവാഹം കഴിച്ച ആദ്യ ആളുകൾ ഭയങ്കര സന്തോഷമായിരിക്കും. അടുത്ത എൻ്റെ ഒരു കൂട്ടുകാരൻ കല്യാണം വെച്ച് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ആ സന്തോഷം പതിയെ പതിയെ ഇല്ലാതാവും. അത് 2 വർഷം കൂടുമ്പോൾ തീരെ ഇല്ലാതാവും. ചിലപ്പോൾ സന്തോഷം, സമാധാനം, പ്രശ്നങ്ങൾ വരും. അത് ഏത് നല്ല കാര്യത്തിലും അങ്ങനെയാണ്. ഏത് കാര്യത്തിലും പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക, നല്ല പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നല്ല ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താം. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലാണ് സെക്സ് വരുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് ഈ സെക്സിന് വേണ്ടി തന്നെ വിവാഹം ചെയ്യുന്നത്. സെക്സിന് വലിയ പ്രാധാന്യമുണ്ട്, ചെറുതല്ല, വലിയ പ്രാധാന്യമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ അടുപ്പിൽ പാത്രം വെച്ചിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭർത്താവ് അവർ ആവശ്യത്തിന് വിളിച്ചാൽ നിങ്ങൾ ചെല്ലണം. അപ്പോൾ പുരുഷൻ്റെ ഇതങ്ങനെയാണ്. കാരണം പുരുഷന് ഏത് സമയത്താണ് തോന്നുന്നതാണ്. ചിലപ്പോൾ ഒരു എന്തെങ്കിലും വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ഫോട്ടോസ് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ താല്പര്യം പെട്ടെന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭമുണ്ട്. പക്ഷേ ചില ആളുകൾ പുരുഷന്മാർ എന്താ ചെയ്യുക വെച്ചാൽ അവർ ഇതിനു വേണ്ടി മാത്രം അവരെ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ വേണ്ടി മാത്രം അവരെ സമീപിക്കുകയും അവരുടെ കാര്യങ്ങൾ മാത്രം അവിടെ നടത്തി പോരുകയും ചെയ്യുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകും. നേരെ മറിച്ച് അവരുടെ കൂടെ രാവിലെ മുതൽ നല്ല നല്ല സമയം ചിലവഴിച്ച് ഈ അടുത്തൊരു ഭർത്താവ് പറഞ്ഞത് അതിനൊന്നും കാര്യമില്ല. 1-2 പ്രാവശ്യം പ്രവാസിയായ മനുഷ്യൻ പറയാം, നാട്ടിൽ പോയാൽ എന്തോ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മടുത്തില്ല, പിന്നെന്ത് സെക്സ് ലൈഫ് അല്ല. മരിക്കുന്ന 60 വയസ്സ് 70 വയസ്സായ ആളുകളെ എനിക്കറിയാം. സെക്സിൽ ജീവിക്കുന്ന ആളുകൾ, നല്ല രീതിയിൽ അവർ കുടുംബ ജീവിതം നയിക്കുന്ന ആളുകൾ, ഈ സെക്സിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ, അതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. 70 വയസ്സായി 50 വയസ്സായി എന്നുകൊണ്ട് ഒരിക്കലും മടുപ്പ് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ശാസ്ത്രീയമായും തെറ്റാണത് മടുപ്പ് തോന്നുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവരെ സഹായിച്ച് നല്ല സന്തോഷിപ്പിച്ച് പുഞ്ചിരിച്ച് അവരുടെ കൂടെ എന്തെങ്കിലും സഹായിച്ച്, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വയ്യാന്ന് പറയുമ്പോൾ എനിക്കിന്ന് വയ്യ ഞാൻ കൂടാന്ന് പറഞ്ഞ് കൂടി അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ, അങ്ങനെയൊക്കെ അവരെ ആ നല്ല രീതിയിൽ കൊണ്ട് നടക്കുമ്പോൾ ഇതുപോലെ രാത്രിയും അങ്ങനെ ചെയ്യുമ്പോഴാണ് രാത്രി മനോഹരമാവുക. അവരോട് നല്ല വസ്ത്രം ധരിക്കാൻ പറയുക, കുളിച്ചൊരുങ്ങാൻ പറയുക, മൊയിലാഞ്ചി കൈകളിൽ ഇടാൻ പറയുക, സുറുമ ഇടാൻ പറയുക, കണ്ണുക്ക് നല്ല വസ്ത്രം, നൈറ്റ് ഡ്രസ്സുകൾ. നമുക്കറിയാം നൈറ്റ് ഡ്രസ്സിന് എത്ര വില. എപ്പോഴാണ് ഇടുന്നത്? രാത്രി 1, 2, 3 മണിക്കൂറാണ് ഇടുന്നത്. അതിന് ഏറ്റവും വില. പ്രവാസ ലോകത്തൊക്കെ നമുക്കറിയാം നൈറ്റ് ഡ്രസ്സിന് ഏറ്റവും കൂടുതൽ വില സാധാരണ ഡ്രസ്സിനേക്കാൾ. എന്താ അത്ര വില? കാരണം അവരുടെ സൗന്ദര്യം തന്നെ അവരുടെ വസ്ത്രത്തിലാണ്, അവരുടെ സ്വഭാവത്തിലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോഴാണ് എനിക്കിഷ്ടം, ഇങ്ങനെ വസ്ത്രം ധരിക്കണമെന്നാണ് എനിക്കിഷ്ടം, വീട്ടിൽ രാത്രികൾക്ക് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാമെന്ന് പറയാം. എൻ്റെ ഒരുപാട് പരസ്പരം മസാജ് ചെയ്യുകയും പരസ്പരം കുസു വർത്തമാനം പറയുകയും ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്ന കാര്യമാണ് കുസു വർത്തമാനങ്ങൾ. പെട്ടെന്ന് കടന്നുറങ്ങി നോക്കിയാൽ നിങ്ങൾ അവരിഷ്ടപ്പെടില്ല. അവർ പറയും എനിക്കൊരുപാട് പറയാനുണ്ട്, നിങ്ങൾക്കൊന്നും പറയാനില്ല, ഒരുപാട് കേൾക്കാനുണ്ട് നമുക്ക്. അങ്ങനെ പരസ്പരം ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ ആദ്യകാല വിവാഹ ജീവിതത്തിൽ ഒരുപാട് സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ടാകും. പിന്നെ പതിയെ അതില്ലാതാകും. അങ്ങനെയല്ല, മറിച്ച് എല്ലാ ദിവസവും അങ്ങനെ കുറച്ച് സമയമെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലും ഒരുപാട് അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. അതൊന്നാൽ അവർ ഏത് രീതിയിലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവരോട് പറയാൻ വേണ്ടി തയ്യാറാകണം. ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴാണ് കുടുംബജീവിതവും സെക്സ് ജീവിതവും ഒക്കെ സുന്ദരവും മനോഹരവുമാകുന്നത്. വീഡിയോ ദീർഘിച്ചു പോകുന്നതുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി. നമുക്ക് എന്നൊരു വീഡിയോയിൽ പറയാം, ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ്. നമ്മുടെ കുടുംബജീവിതം നന്നായി നയിക്കാനും അതിലൂടെ സന്തോഷകരമായി മക്കളും അതുപോലെ സന്തോഷത്തോടെ കുടുംബത്തിൽ മക്കളും ഭാര്യയും ഒക്കെ ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.